പ്ലക്കറിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമ്മള് പ്ലക്കൂലേ. ജവാന്റെ ആളല്ലേ ബ്രോ, പ്ലീസ്. 40,000-40,000 രൂപയുടെ എന്റെ ഇംഗ്ലീഷിലെ ബാറ്റ് ആയിരുന്നു. ഇതുണ്ടോ? നാളെ ഇവിടുന്ന് മൗസോ കീബോർഡോ എന്തെങ്കിലും കാണുക പോയി അണ്ണ എന്നെ പിടിക്കരുത് ദൈവത്തോർത്ത്. മടിയിലിരിക്കുന്നു. എത്ര ദിവസമായിരുന്നു ഇന്ന് മടിയിലിരുന്ന് ഞങ്ങള് മടിയിലിരുന്ന് ഒരുമിച്ച് സ്ട്രീം ചെയ്യാൻ പോണേ. അണ്ണ നീ ഹെഡ്ഫോൺ വെച്ചാൽ അണ്ണ ഇവിടെ തന്നെ ഇരുന്നാ അതെ. ஒரு பறவை அது பேரு பருந்த அந்த பருந்து கீழ 100 பசங்க. ചെവി പോയടാ, കേക്കാൻ വയ്യ. ഇപ്പൊ കേക്കാവോ? ഹലോ ഹലോ ഗൈസ്, കേക്കാവോ? 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 ഇപ്പൊ കേക്കാം. ഇതല്ലേ പ്രശ്നം. ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ മൈക്ക് പോകും. ഗൈസ് എനിക്കൊരു 2 മിനിറ്റ് സമയമല്ല, ഒരു 5 മിനിറ്റ് സമയം തരാം. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വന്നു. ഫ്രഷ് ആവാനാ. നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ ഇന്ന് അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരാം. ട്രാഫിക് പെട്ടുപോയതാണ്. മതി. ഫ്രഷ് ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരെ പയ്യൻ സംസാരിക്കും. ഒരു 5 മിനിറ്റ് സമയം വേണേ. ഞാൻ പെട്ടുപോയതാ ട്രാഫിക്കിൽ. ഇത് ആദ്യം കുറച്ച് ഓവറൊക്കെ പോയേ. ആദ്യം ഒന്ന് സംസാരിച്ചൊക്കെ വന്നതാണ്. കണ്ണാപ്പിയില്ലോ പോക്കാൻ അവിടെ എന്തൊരു പരിപാടി. ഗൈസ് അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അണ്ണന്റെ ലൈവ്. പിന്നെ പുതിയ പാട്ടിന്റെ വിശേഷങ്ങൾ. മൈക്ക് ഇപ്പൊ കേക്കാലോ അണ്ണാ. എന്റെ സ്വിച്ച് ഓഫ് ആയിപ്പോയി ഫോണ്. ചെക്ക് ചുമ്മാണ് ഇത് അവിടെ വെച്ചിട്ടാണ്. ഇപ്പൊ ഒരു ഒടുക്കത്തെ സൗണ്ട് ആയിരിക്കേ. നോക്കട്ടെ. ആ സൗണ്ട് ഒക്കെ കറക്റ്റ് ആണ്, ഒന്നും പേടിക്കല്ല. ഒരു സോങ് പ്ലീസ്. പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി, കേൾക്കാത്തവര് കേട്ട് വെക്ക. പോടാ ഒരാള് അസഫിയും പറഞ്ഞായിരുന്നു, മുഹമ്മദ് സാക്ക് പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ നെഗറ്റിവിറ്റി ഒക്കെ വിട്ടിരിക്കുകയാണ് ബ്രോ. ഫുൾ പോസിറ്റീവ് സാധനങ്ങളിലോട്ട് വരികയാണ്. സോങ് നൈസായിരുന്നു. താങ്ക് യു പടി. അണ്ണൻ ശരിയെന്ന് ബാത്റൂമിൽ പോയതാണ്. അണ്ണൻ വരും. എത്തി പുള്ളി ഒന്ന് പാവമാണ്, ഭയങ്കര വയർ ചുരീനായിട്ട്. ഹലോ ബോബ് എന്ന് ലൈവ് ഇടും ഗൈസ്. ഞാൻ ഈ മന്ത് തൊട്ട് എന്തായാലും ലൈവ് വരും കേട്ടോ ഗൈസ്. എല്ലാവർക്കും വെൽക്കം. എത്ര ദിവസമായില്ല ഞാൻ ലൈവ് ഒക്കെ ഇട്ടിട്ട്. ഞാൻ മറന്നു കേട്ടോ ആക്ച്വലി, സത്യം പറഞ്ഞ. ബോബുട്ട IR എല്ലാം വരും ബ്രോ, എല്ലാം ശരിയാവും കുട്ടി. ബോബുട്ട IR ഇടുന്നു. സൂൺ TBA ഷാൾ റൈസ് എന്ന്. TBA തക്കട് ബാബു അതോ ലോകല്ലേ അത്. പോവേ ഉമ്മ ഗൈസ്. പോടാ കുണ്ണ എഴുന്നേറ്റ് ചാറ്റ് 5665. ഇതാ ഒന്നുമില്ല മച്ചോ. അതൊരു പ്രശ്നമുള്ള കേസല്ല. വീട്ടുകാർ പഠിപ്പിച്ച് പറഞ്ഞല്ലേ മച്ചു ഇതൊക്കെ കാണിക്കൂടും. നമുക്കതൊന്നും പ്രശ്നമല്ല ബ്രോ. ധൈര്യമായിട്ട് വിളിച്ചോ ഗൈസ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്. സുഖമാണ് എല്ലാവർക്കും. തക്കട് ബോബ് അത് ഇതൊക്കെ സമയമുണ്ട്. അതൊക്കെ അങ്ങനെ നമുക്ക് വഴിയെ ചെയ്യാം, മുറക്കി ചെയ്യാം അതൊക്കെ. VC വാന്ന് ഞാൻ ലാലേട്ടന്റെ ഒരു കളർ പെൻസിൽ പോർട്രേറ്റ് ഡിസ്കോഡിൽ ഫാനായിട്ട് ഇട്ടിട്ടുണ്ട്. നോക്കി റിയാക്ഷൻ തരും. ഇതെല്ലാം അണ്ണം ചെയ്തോളൂ. ബോബെ മിസ്റ്റർ കോസ്പ്ലേ ഗൈസ് എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. ഈ മാസം മെയ്യിൽ നമ്മൾ വീണ്ടും കംബാക്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഇനി ഒരു തിരിച്ചു പോക്കില്ല. അതുകൊണ്ട് നമ്മളവിടെ കാണും. മെയ് മുതൽ എപ്പോഴാ ലൈവ് വരുന്നത്? മെയ് ഒരു ലോങ് ബ്രേക്ക് ആയിരുന്നു ആക്ച്വലി. മനസ്സിലായില്ലേ? എത്ര എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞാൽ സ്ട്രീം ഇട്ടിട്ട് ലാസ്റ്റ് ആയിട്ട്. ഇവിടെ ലവ് യു ബ്രോ, ലവ് യു സ്റ്റാർ. എനിക്ക് അന്നത്തെ തന്നെ കീ തരുവാണ് അണ്ണനോട്. അപ്പൊ എനിക്ക് ഒന്നും എന്തൊക്കെയാ ബ്രോ പറയുന്നത്? ഇതൊക്കെ ആരാ? പിന്മി മിസ്സിംഗ് കോസ്പ്ലേ ഒക്കെ വരാൻ പറ്റൂ. ഇങ്ങോട്ട് അന്നേ ഒന്നുമില്ല. ഇനി കുറച്ചു നേരം ദേവൂട്ടൻ വിളിച്ച് ധർമ്മൂട്ടൻ എന്നായി വെച്ചി. ദേവൂട്ടൻ ലൈവ് ഇടുന്നതായിരിക്കും. ഒരായി എടുത്ത് അയ്യോ മൈക്കിലൊന്നും പിടിക്കല്ലേ. പൈസ ഒന്നുമില്ല കൊടുക്കാൻ. അച്ഛനൊക്കെ അങ്ങ് അച്ഛൻ തൊലയ്ക്കും. VC പോവാം ബ്രോ. VC പോവാം. അണ്ണന്റെ ബഡ്സൊക്കെ ഒരു ചെവി ഇരിക്കുന്ന കേട്ടോ. എനിക്ക് അണ്ണൻ പൈസ മേടിക്കുക. ഇതിനൊക്കെ അറിയും. അച്ഛൻ ഇപ്പൊ വന്ന് ചവിട്ടി എഴുന്നേപ്പിക്കും ഇവിടുന്ന്. മനസ്സിലായോ? ചാറ്റ് ഒരുപാട് താഴെ പോയി. ഞാനും VC കണ്ണൻ കാളിയും
അവൻ കണ്ണന അവന്റെ അടുത്തൊക്കെ പോവാൻ പറയുന്നത്. ഒരു ടാറ്റോ എടുത്തേ ഒരു ഉമ്മ എടുത്തേ, ഫ്ലൈങ് കിസ് എടുത്തേ. എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം. ഇവിടെ ഇരുന്നാ നമുക്ക് സ്ട്രീമൊക്കെ ചെയ്ത് ഇവിടെ കൂടാന്ന്. ജോക്കി എണ്ണം വിളിക്കുന്നു PC പോ ജോക്കി എണ്ണം വെയിറ്റ്. നോസ് എന്ത് നോസ് മൗസ് അല്ല നോസ് ചോദിച്ചാൽ മൗസ് ചൂണ്ടിക്കാണിക്കും, മൗസ് ചോദിച്ചാൽ നോസ് ചൂണ്ടിക്കാണിക്കും. ബ്രില്യൻറ്റ്. അന്ന് PC വിളിക്കുന്നു. വാസുവിന്റെ അക്കൗണ്ടിൽ പോകുമ്പോൾ ഇച്ചിരി ഇതായിരിക്കും, റെസ്പെക്റ്റ് ഒക്കെ കിട്ടും. പോയി നോക്കാം. ഞാൻ ഇത്തിരി കട്ടൊക്കെ നിക്കോളെ. ഹലോ ജോക്കി. ഹലോ ജോക്കി പറ ജോക്കി. കറക്റ്റ് സൗണ്ട് കേട്ടോ. എടാ ഞാൻ പറഞ്ഞേട്ടോ, മൾട്ടിപ്പിൾ ടാലന്റ് ഉള്ള ഒരാളാണ് എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ. എടാ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പോണം. എന്തിനാട്ടാ? ഏഷ്യാനെതിരെ കേസ് ഫയൽ ചെയ്യാൻ. നിങ്ങൾ ആദ്യം കേരള വിഷന്റെ പുറകെ ആയിരുന്നു. അതെ, കേരള വിഷന്റെ പുറകെ ആയിരുന്നു. കേരള വിഷൻ വിട്ടു. ഇപ്പൊ ഏഷ്യാന്റെ പുറകെ പോയി ഏഷ്യാനെതിരെ KCBക്ക് കൊടുക്കാനോ? അതൊക്കെ ഒരു സംസ്ഥാന സ്ഥാപനമോ ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ആ ചർച്ചയിലല്ല നമ്മളിവിടെ വന്നത്. ഇവന്മാരെന്തോ ചെയ്യുന്നറിയാവോ? ഇവന്മാര് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 300 MBPS നെറ്റിന്റെ സ്പീഡ് കാണിക്കും. 10 ദിവസം കഴിയുമ്പം നമ്മൾ fast.com ഒക്കെ അടിച്ച് നോക്കുന്ന സമയത്ത് 30 MBPS കാണിക്കും. എന്നിട്ട് നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിക്കും. കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ആര് പറയും, സാറേ ടെക്നീഷ്യനെ വിടാന്ന് പറഞ്ഞിട്ട് ടെക്നീഷ്യനെ വിടും. ടെക്നീഷ്യൻ വീടിന്റെ അകത്ത് കാല് കുത്തുമ്പോൾ ഇന്റർനെറ്റിന്റെ സ്പീഡ് വീണ്ടും 300 MBPS ആവും. അയാൾ വന്ന് നോക്കുന്ന സമയത്ത് നെറ്റിനൊന്നും ഒരു കുഴപ്പമില്ല, 300 MBPS. ഇതൊക്കെ ഇറങ്ങുമ്പോ വീണ്ടും 30 MBPS ആവും. ഞാൻ അതല്ലേ എലോൺ മാസ്കിന്റെ ആ സാധനം എടുത്ത് തന്നെ. എനിക്കറിയത്തില്ല. ഇന്നാണെങ്കിൽ പോയി വന്ന് ലൈവ് പോലും ഇടാൻ പറ്റിയിട്ടില്ല. ലൈവ് പോലും ഇപ്പൊ ഭ്രാന്തായിരുന്നു ബ്രോ. ബാഡ് യൂസ് ചെയ്യല്ലേ പ്ലീസ്. ബോബ് എന്തുവാ അവിടെ പരിപാടി? വാട്ട് ഹാപ്പൻഡ്? ഞാൻ ചേട്ടാ ദേവുട്ടിന് വല്ലതും മേടിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു 5 കിലോ ആപ്പിള് ഓറഞ്ചൊക്കെ ആയിട്ട് വന്നതാ. ദേവക്കുട്ടൻ ഇപ്പം ഡയറ്റ് ആണല്ലോ, പോയാടാ ഇറങ്ങി. കുഞ്ഞല്ലേ ചേട്ടാ, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കഴിക്കാൻ പറ്റില്ല. ദേവുട്ടനെങ്കിലും നല്ലോണം. ഓ ദേവുട്ടൻ ബോബുട്ടൻ എല്ലാവരും, ദേവക്കുട്ടൻ, ബോബുകുട്ടൻ, വില്ലൂട്ടൻ, ശരത്തേട്ടൻ, സാധനമുണ്ട് എല്ലാത്തിലും. എല്ലാരുടെ കയ്യിലും ഒരു വെടിക്കുള്ള സാധനമുണ്ട്. ഒരു വെടിയല്ലേ എനിക്ക് എണ്ണത്തോണി സെറ്റ് ചെയ്യാൻ പറ്റും എറണാകുളത്താർക്കെങ്കിലും. എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. എന്നെ ഒന്ന് എനിക്ക് നേരെ നിൽക്കാൻ. പിന്നെ ENT എവിടെ ഉണ്ട്? ഇതൊന്നും വെച്ചേ എവിടെ ഉണ്ട്? ഇതൊന്നും ചെവിന്ന് എടുക്കാനുള്ള ഹെഡ്ഫോണിന്റെ ബഡ്സ് അല്ലല്ലോ. ഇത് എങ്ങനെയാടാ എന്റെ ബഡ്സ് പോയേ? ഇത് ബഡ്സ് അല്ല ചേട്ടാ, ചെവി പോയില്ലേ? ചെവി ഇങ്ങനെ ബഡ്സ് പോയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് ഞാൻ. ചേട്ടാ ഇതൊക്കെ വർക്ക് അറിഞ്ഞൂടാത്തതിന്റെ പ്രശ്നങ്ങളാ. എന്റെ ഒരു 300 എന്നെങ്കിൽ അപ്പൊ തന്നെ ഇതൊക്കെ ഊരി സെറ്റ് ചെയ്ത് കൈ തന്നേനെ. എന്നിട്ട് പ്ലക്കർ വെച്ച് ഊരി. പ്ലക്കറിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമ്മള് പ്ലക്കൂലേ. അച്ഛന് വെച്ചൊരു മോൻ വയ്യാട്ടോ എടുത്തു. ശേഷം അണ്ണൻ വീണ്ടും ക്രിക്കറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ക്രിക്കറ്റ് ട്രെയിനിങ് അല്ല, നെറ്റ്സ് പ്രാക്ടീസിന് പോയതായിരുന്നു ആക്ച്വലി. പാവ ഇപ്പൊ നടക്കാൻ വയ്യ. എനിക്ക് അണ്ണന്റെ താറിന്റെ കീ ഒന്ന് തരൂ, അണ്ണനോട് പറയാ. അതിനെന്താ വന്നാ സെൽറ്റോസിന്റെ അത് വേണ്ടേ? സെൽറ്റോസ് ഫുൾ ടാങ്ക് അത് എടുത്താ മതി ബ്രോ, അതാണ് ബെറ്റർ. എക്സ്പോസ്ഡ് സൂപ്പർ. മറ്റേ ഇച്ഛായ പറയണല്ലോ, ഇത് നിങ്ങളുടെ വണ്ടി, ഇത് നിങ്ങളുടെ അല്ലേ? നിങ്ങള് ആരും പട്ടിണി കിടക്കാൻ സമ്മതിക്കില്ല. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. ഒരു സോങ് ലിങ്ക് ബ്രോ, സോങ് യൂട്യൂബിലുണ്ട്, സ്പോട്ടിഫൈയിലുണ്ട് ബ്രോ. ജാഗോ ഒന്ന് സെർച്ച് ചെയ്യാം, JAGO പാട്ട്. നമ്മളെ ഒരു സാധനം ഇറങ്ങാറുണ്ടായിരുന്നു, അത് സൗണ്ട് പോയി. ഇങ്ങനെ സൗണ്ട്. ഹലോ കേക്കാവോ? ഡിസ്കോളിൽ കേക്കാവോടാ? ചേട്ടാ എന്താ ഒന്നും പറയാത്ത ചേട്ടാ. ചേട്ടാ എന്റെ പാട്ടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേട്ടാ. പൊതുസമൂഹത്തിൽ എന്റെ പാട്ടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. നല്ല പാട്ടാണ് ചേട്ടാ
വളരെ മനോഹരമായ പാട്ടാണ്. എങ്ങനെയുണ്ട് കേട്ടോ ഒരു മറ്റേ ഇതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എംബ്രേസ്ഡ് ചെയ്ത് പറഞ്ഞേട്ടാ. വളരെ മികച്ച ഒരു സൃഷ്ടിയാണ് ജാഗോ. ആ വരികളും പാട്ട് പാടിയ ധ്വനിയും പിന്നെ അതിൽ ഉപകരിച്ചേക്കുന്ന ധ്വനി മീൻസ് ആ ഒരു പല 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 വിധமான സൗണ്ട് ബ്രോ അത് മനസ്സിലാവും ബ്രോ, ആൾക്കാർക്ക് മനസ്സിലാവും. വളരെ മനോഹരമായ ഒരു പാട്ടാണ് പക്ഷെ ഗാഗോ. റാപ്പ് വിഭാഗത്തിൽ പെടുന്ന ഈ ഗാനം ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്ന വിവരം നിങ്ങൾ കണ്ണാടിയിൽ ചർച്ചയിൽ നമ്മൾ ഫിഫയൊക്കെ മിസ് ചെയ്യുന്നു നീയും സുനിമോനും തമ്മിലൊന്നും. എല്ലാം ശരിയാവും കുട്ടി, അതൊക്കെ പോയ കാലമല്ലേ മുന്നേ. ബോബി ഒരു ജെ ഡി എടുക്കട്ടെ ഗൈസ്. ഞാൻ പ്ലീസ് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ അനൗൺസ്മെന്റ് ചെയ്യാനുണ്ട്. നമ്മള് ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ നിർത്തി. ഓക്കെ, വെള്ളമടി ബാക്കി ദുശീലങ്ങൾ എനിക്ക് വേറെ ഒന്നും ആക്ച്വലി ഇല്ലായിരുന്നു. ഞാൻ ബിയർ മാത്രം ലൈറ്റ് ആയിട്ട് കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ എന്റെ ബോഡിയിൽ അത് താങ്ങാതെ ആയി. പിന്നെ എല്ലാം കൊണ്ടും ഡോക്ടർ പറഞ്ഞു മനസ്സിലായില്ല ഇങ്ങനെ ബിയർ ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. ലൈറ്റ് ആയിട്ട് കൊറോണ മാത്രം ട്രൈ ചെയ്തോണ്ടിരുന്ന ആളാണ്. ഇപ്പൊ വത്സനടി മാത്രമേ ഉള്ളൂ. അല്ല എന്നെ കുറിച്ച് മദ്യത്തിന്റെ കേസ് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇല്ല, അങ്ങനത്തെ ആളല്ല. മറ്റേ ഫ്രിഡ്ജ് വെച്ചാൽ ബിയർ അസാബ്. ഓ അത് കൊള്ളാക്കട്ടെ. അസാബ് ബൊക്കി കൊള്ളാം. നിങ്ങളുടെ ചില പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ബാക്കി ചിലതൊക്കെ ഞാൻ പറയാം. ലൈവായി ബോബിന്റെ പാട്ട് കണ്ടപ്പോ സെറ്റായി തോന്നുന്നു കിടുവാണ്. താങ്ക് യു ബഡി, താങ്ക് യു. കേക്കത്തോടെ കേക്കണേ. എടാ ഹെൽത്തി ഗുഡാണ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ കട്ടനിൽ പോലും മധുരോട്ട് പിടിക്കാറില്ല. കാരണം വീട്ടുകാർക്ക് നമ്മൾ മാത്രമല്ല കേട്ടോ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്കൊക്കെ മൈര നീ ഇതൊന്നും എന്റെ അടുത്ത് സംസാരിക്കല്ലേ. ചേട്ടാ ചേട്ടൻ അറിയില്ല കേട്ടോ, ഞാൻ അവിടെ വന്നാലും വെറും ചായ പോലും. കുണ്ടാന്ന് വിളിച്ചടാ. എവിടെ 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 ശ്രീഹരി നീയാണ് ശരിക്കും 10. എന്റെ പേര് തന്നെ ഉണ്ട് കുണ്ടൻ, മനസ്സിലായില്ലേ? പിന്നെ ചേട്ടാ ഞാൻ അത് വിട്ടേട്ടാ, അതൊക്കെ പിള്ളേരുടെ ഓരോ തമാശ. കുണ്ടത്തരല്ല ചേട്ടാ, നമ്മളത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവരെ ചെറുപ്രായം അവർക്ക് ഇങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മളെ അടുത്ത് നേരിട്ട് വന്ന് കുണ്ടാന്ന് വിളിച്ച് നമ്മള് ചെവിക്കല്ല നിന്റെ അച്ഛൻ്റെ ആണ്ടി അവനാണിവൻ ജവാന്റെ ആളല്ലേ ബ്രോ. പ്ലീസ് നമ്മൾക്ക് മിലിറ്ററി നമ്മളെ ഫാമിലി മിലിറ്ററി ആണെങ്കിലും അങ്ങനെ അത് പേരെടുത്ത് ആക്ഷേപിക്കരുത്. എന്റെ ലൈവ് എനിക്ക് അറിഞ്ഞൂടാ മോനെ, രാത്രി നോക്കടാ, എനിക്ക് വന്നും പോയിരിക്കുക. താടിയുടെ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വാസോനോട് ചോദിച്ചാൽ മതി. ഇന്നാണ് ട്രിം ചെയ്തത്. ഞാൻ താഴെ ഫുഡ് കഴിച്ചിട്ട് ഉച്ചക്ക് ട്രിം ചെയ്തോളൂ. കാരണം ഭയങ്കര പ്രശ്നം. ഞാൻ ഉച്ചക്ക് എത്തി കേട്ടോ, ഉച്ചക്ക് ഞാൻ ഉച്ചക്ക് ഒരു ട്രിമ്മറൊക്കെ മേടിച്ച് ഇവിടെ എത്തി. വന്നാണ് ഒന്നീ സ്റ്റിയറിങ് അല്ലെങ്കിൽ മൈക്ക് ലാസ്റ്റ് ആയിട്ട് മോനെ ഇതൊന്നും എന്റെ അല്ല. എന്റെ പി സി വരുമ്പോ വന്നിരുന്ന് അടിച്ചു പൊട്ടിക്കേ തുപ്പേ കീബോർഡ് എടുത്ത് തലക്കടിക്ക് എന്തോ ചെയ്തു. ഇത് അച്ഛന്റെയാണ്. അണ്ണൻ എവിടെ? അണ്ണൻ ഇപ്പൊ വരും. അണ്ണൻ ഒന്ന് വയർ കേട്ടാ വലിയ ചെറുക്ക ഉച്ചക്ക് എന്റെ അടുത്ത് കാര്യമൊക്കെ സംസാരിച്ചെന്ന്. എന്ത് ഷവർമ വേണം രാത്രിയാകുമ്പോ ഷവർമ വേണം എന്നൊക്കെ പറഞ്ഞേ. ഫുൾ മീറ്റ് ഷവർമ വേണം, അതും കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണമെന്ന്. വിനീതാന്റെ അടുത്ത് പറഞ്ഞു അവന് വലിയ കാർ വേണം, ചെറിയ കാർ കളിച്ചിട്ട് പറ്റില്ലാന്ന് വിനീതാട്ടൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. നീ പറഞ്ഞ പോലെയാണല്ലോടാ. എടാ ഒരു പിള്ള മനസ്സിൽ കള്ളമില്ല. എന്തിനു വർത്താനം നീ ഇപ്പൊ പറയണം? ചേട്ടൻ എന്തുകൊണ്ടും എനിക്കൊരു ഷോഗൻ ഡേ ആയിരുന്നു. അല്ല ഒന്നാമത് എനിക്ക് കഷ്ടകാലം ശരിയല്ല, ഒട്ടും ശരിയല്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ, 40,000 രൂപയുടെ എന്റെ ഇംഗ്ലീഷിലെ ബാറ്റ് ആയിരുന്നു. ഇത് കണ്ടോ, കിട്ടിയതാ. നടുക്കുന്ന പൊട്ടിപ്പോയി ചേട്ടാ, പൊട്ടി പൊളന്ന് രണ്ടായിട്ട് എൻഗ്രേവ് ഒക്കെ ചെയ്ത് 60,000 ബാറ്റാണ്. എന്തൊരു ഗതികേടെന്ന് പറഞ്ഞ. കുഞ്ഞിലെ സ്പോർട്സിൽ ക്രൈസ് ഉണ്ടായിട്ടും ഞാനൊന്നും ഒരിടത്ത് എത്താത്തതിന്റെ കാരണം ഇതല്ലേ. കാരണം എന്താ മടലാകുമ്പോ ഒടിഞ്ഞാലും വേറെ വെട്ടാം. പൈസ കൊടുത്ത് ബാറ്റ് മേടിച്ച് എന്ത് ചെയ്യും?
അതെ, ഇത് എങ്ങനെയൊന്നും ഒരു പിടുത്തവും ഇല്ല ഗൈസ്, ഇത് എങ്ങനെയൊന്നും ഒരു പിടുത്തവും ഇല്ല. അത് സ്പിൻ ബോൾ കൊണ്ട് നല്ല അടി അടിച്ചതാ, പക്ഷെ അത് ഇതൊന്നും ഇതിന് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ബാറ്റ് ഇതിന് ഫിക്സ് ചെയ്താൽ പറ്റിച്ചാന്ന് പോയി മൊത്തം. പറ്റിച്ചെന്നല്ല, നല്ല ഒന്നാം തരം തേക്കിന്റെ സാധനം. ഇംഗ്ലീഷ് തേക്ക് വാറന്റ് കിട്ടാൻ ചാൻസ് കുറവ് വെച്ചത്, ഇങ്ങനെ ഒടിഞ്ഞു പോയോണ്ട് വാറന്റ് കിട്ടാൻ ചാൻസ് കുറവായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടിപ്പോയി. എടാ ഇത് ഓൾറെഡി മറ്റേ ക്രിക്കറ്റ് ബോൾ ബാറ്റ് അല്ലേ? ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യം അറിഞ്ഞില്ല. നല്ല കിടിലം ബാറ്റ് ആട്ടോ, പക്ഷെ അടിപൊളി ബാറ്റ് ആയിരുന്നു. ബാറ്റ് അടിപൊളിയാ. പോയി. MRF ഒന്നും എടാ മോനെ, MRF ഒന്നും ബാറ്റ് അല്ല, MRF ഒക്കെ ബ്രാൻഡിങ്. MRF ഒക്കെ ടയർ കമ്പനിയാണ് ഗൈസ്. കണ്ട ദേവുട്ടൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. നാളെ ഇവിടുന്ന് മൗസോ കീബോർഡോ എന്തെങ്കിലും കാണുക പോയി അണ്ണൻ എന്നെ പിടിക്കരുത് ദൈവത്തോർത്ത്. അണ്ണന്റെ ഇവന് ഇതൊക്കെയാണ് പറയുന്നത്. ആരാ ഫെവിക്കൊക്കെ വെച്ച് ഒട്ടിക്കാലെന്ന്. ഇത് കച്ചി കളിക്കാനുള്ളതല്ല. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, ഇവന് മടിയാ. ഇവനെ ഞാൻ പറയാം, പുറത്തായിരുന്ന കേസ് പറഞ്ഞില്ല അണ്ണ ഇവരടുത്ത്, റിവീൽ ചെയ്തിട്ടില്ല. എവിടെ പുറത്തായിരുന്നു? യുണൈറ്റഡ് ശിവകാശി കുറച്ച് നാള് അവിടെയായിരുന്നു പയ്യൻ. ഇവന് മടിയാണ് കഴിച്ചത്. ഞാൻ നിങ്ങൾക്ക് അറിയാത്തുള്ളൂ ഇവന്റെ കയ്യിൽ എത്ര പാട്ടായിരിക്കുന്നതെന്ന് അറിയോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, ഞാൻ ഇതായിട്ട് പറയുകയാണെങ്കിൽ അവിടെ വെളിയിലൂടെ ഇവന്റെ ഞാൻ ഒരു എക്സാമ്പിൾ, എടാ ഒരു അണ്ടർ റിലീസിന് ഞാൻ ഇവനെ കൊണ്ട് പാടിക്കാം. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറെ കേസുകൾ അടുപ്പിച്ച് വന്നില്ലേ, മറ്റേ എന്താ പറയാ, ഈ ഓരോന്നൊക്കെ വലിച്ചു കയറ്റിയിട്ട് അമ്മേനെ അച്ഛനെയൊക്കെ കുത്തിക്കൊല്ലുക, അടിച്ചു കൊല്ലുക. ഇത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരുടെ വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ കൂടിയിരുന്നപ്പോ ഞാൻ ഇവനോട് ഇങ്ങനെ പറഞ്ഞ്, എടാ എന്തൊക്കെയാ നടക്കുന്നേ, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്ന, സ്വന്തം അമ്മ അച്ഛനെയൊക്കെ ഇങ്ങനെ നടന്നില്ലേ. എന്നിട്ട് ഞാൻ ഇവനോട് ഇങ്ങനെ ഇത് പറഞ്ഞപ്പോ അണ്ണ എനിക്കൊരു പേപ്പറും പേനയും തരുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ ഒരു പേപ്പറും പേനയും മേടിച്ചേട്ടാ. എന്റെ ഒരു പേപ്പറും പേനയും മേടിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം അല്ലെങ്കിൽ എന്നെ ഒരു പാട്ട് പാടിക്കേപ്പിക്കുക. പെറ്റതായ കത്തി കൊണ്ട് ഇങ്ങനെ ഒരു സാധനം കേട്ടോ, അതൊന്ന് പാടിക്കേപ്പിച്ചാ. പെറ്റതായ കത്തി കൊണ്ട് കുത്തി കീറുന്നവരാ, ചിതലരിച്ചിട്ടും ചിരിക്കൊട്ടും കുറവില്ലടാ, രക്തബന്ധം കൊണ്ട് 10,000 നിറകില്ലടാ, പിടി കിട്ടാതെ പരതണടാ, ഇങ്ങനത്തെ സാധനം. പക്ഷെ അത് അന്ന് അത്ര എഴുതി വെച്ചാണ് ആക്ച്വലി. പിന്നെ ബാക്കി ഞാൻ ആ സൈഡിലോട്ട് പോയിട്ടില്ല. ഇവന്റെ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇവന്റെ ഇഷ്ടം പോലെ ഇമാതിരി സാധനങ്ങളുണ്ട്. ഒരെണ്ണം പോലും ഇറക്കൂല, ഇതാക്കൂല, ഇങ്ങനെ വെച്ചിരിക്കും. ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഡാഡിയുടെ ബിസിനസ് അടിക്കുക വല്ല കാര്യം പറയാ. ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് കൈസ് ഇവന്റെ. ഇവൻ ഇതൊന്നും ഇറക്കത്തില്ല. ഇവൻ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് ഈ പറയണത് പോലെ ഇങ്ങനെ വെറുതെ നടക്കും. ഞാൻ പറഞ്ഞു ഈ ജാഗോ ഇറങ്ങിയത് തന്നെ അവന്റെ കൂടെയുള്ള പിള്ളേർ എന്തോ ചെയ്തതിന്റെ പേരിൽ ഇറക്കിയതാ. ഇതെല്ലാം 1 വർഷം മുമ്പ് ചെയ്ത് വെച്ചാണ്. അതെല്ലാം അണ്ണനും ഞാനും തമ്മിലുള്ള ഞാൻ ഇവനോടൊരു പാട്ട് ചെയ്തായിരുന്നു. അതിപ്പോ ഏകദേശം ഒരു 2-2.5 വർഷമായിട്ട് ഇങ്ങനെ കുറച്ച് ബിഗ് പ്രൊജക്ട് ആണ്. എന്റെ വീഡിയോ തന്നെ ഭയങ്കര വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങൾ വിഷ്വലി കുറച്ച് ഇമ്പാക്ട്ഫുൾ ഉള്ള സാധനമാണ് അത്. അതുകൊണ്ടാണ് നമ്മള് ലേറ്റ് ആവുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, എന്റെ ഔട്ട് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഉടനെ. കവട്ട വെട്ടി അടിക്കുന്നവര് നമ്മള് പറയാനാണ് ഒരു സ്നീക് പീക്ക്, നമ്മുടെ പാട്ടിന്റെ ഒരു സ്നീക് പീക്ക്. നമ്മുടെ പാട്ടിന്റെ പശി അടക്കാൻ വാളെടുത്തു, പക്ഷെ വാളെടുത്തവൻ വാളാലെന്നറിഞ്ഞു, പണിയെടുപ്പിച്ചു നടുവൊടിച്ചു, നിന്റെ കണ്ണു മുന്നിലിട്ട് എന്നെ ഇടിച്ചു തകർത്തു, നിധി കിട്ടാതെ മുഖം കുനിച്ചു, നീ കറുപ്പ് വെളുപ്പെന്ന് തരം തിരിച്ചു, കുടിരുന്നവൻ കയറെടുത്തു, ഗതി കിട്ടാത്ത പൊട്ടന്റെ പേര് വഹിച്ചു. ഇതൊരു കിടിലം വരിയാണ്. ഇത് ആ ബീറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇത് ആക്ച്വലി ഏകദേശം ചെയ്ത് തീരാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞു. നമ്മൾ 2-3 വെർഷൻസ് ഇങ്ങനെ ഇറക്കി നോക്കുകയാണ്. മനസ്സിലായി ബെറ്റർ ഏതാണോ അത് ഇറക്കാനായിട്ട്. ഒരു 2-3 വർഷമായി നമ്മൾ ആക്ച്വലി ഇതിന്റെ ഫുൾ റൈറ്റ്സ് ഒക്കെ മേടിച്ച് എല്ലാം ഇതാക്കി വെച്ചിരിക്കുക. അപ്പം ഇവന്റെ പോർഷനും ഉണ്ട്, എന്റെ പോർഷനും ഉണ്ട്. അപ്പൊ എനിക്കൊരു മെലഡി പോലത്തെ വരുന്നത്, ഇവന്റെ റാപ്പ് സെക്ഷൻ എനിക്ക് റാപ്പ് അങ്ങനെ വരൂല. അപ്പം മെലഡി പോലത്തെ സാധനം അതിന്റെ ഇടയ്ക്കുണ്ട്. അപ്പം അത് ഞാനാ പാടണം. അപ്പൊ ആ ഒരു ഇതായിട്ട് നമ്മള് കുറച്ച് മോഡൽസിലും ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു ബിഗ് പ്രോജക്ട്. ആ പാട്ട് ഇപ്പം നമുക്ക് ഞാൻ പറയാം, ആ പാട്ടൊരു സാധനമായിരുന്നെങ്കിലും ഉണ്ടല്ലോ, നമ്മളിപ്പോ വല്ല ഷെൽഫിൽ നിന്ന് എല്ലാം എടുക്കുവാണെങ്കിൽ പൊടിയെല്ലാം പിടിച്ച് ഇങ്ങനെ അങ്ങനെ ആ സീനായിരുന്നു. ഇല്ലല്ല, ലേറ്റ് ആയിട്ട് വന്നാലും അത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കുള്ളൂ.
എന്നാ നീലിന് ആക്സിഡന്റ് പറ്റിയെന്നു. എടാ നീലിന് എന്നുവെച്ചാ പൂച്ച എന്തോ വട്ടം ചാടി പൂച്ച എന്ത് വട്ടം ചാടി എന്നും എന്ത് പറ്റിയടാ? എടാ ഒന്നും സീരിയസ് ആയിട്ടൊന്നും വല്ലതും ഉണ്ടോ? അല്ല ഒരു 2-3 ഡേയ്സ് റെസ്റ്റ് പറഞ്ഞു. ആണോ? അന്നും ജസ്റ്റ് ഒന്ന് വിളിച്ചു. ഷോൾഡർ മസിൽ ഇംബാലൻസ് ആയിരുന്നു അങ്ങനെ. ഷോൾഡർ മസിൽ പൂച്ച എന്തോ ഇംബാലൻസ്ഡ് വട്ടം ചാടി. സാധാരണ വിളിച്ചു നോക്ക്. ഇത് എന്നായിരുന്നടാ? ഇതെന്ന് ഇപ്പം ഇച്ചിരി മുന്നേ. വേറെ സീൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ടാണ് വിളിച്ചു നോക്കട്ടെ. എടാ ഹലോ, എടാ മോനെ ഓക്കില്ലേ? എന്തൊക്കെ എന്ത് പറ്റിയതാ? എന്തെങ്കിലും ബൈക്കിലായിരുന്നോ? എന്നിട്ട് പൂച്ച മരിച്ചെന്നാ? നിനക്കെന്ത് പറ്റി പറ. പൂച്ച സീരിയസ് സിറ്റുവേഷനിൽ ഇങ്ങനെ കൂടെ ആശുപത്രിയിലാണ് ഇപ്പൊ. എന്ത് ബൈക്ക്? ഹലോ, ഒരു മിനിറ്റടാ, ഒരു മിനിറ്റടാ. നീലിന്റെ ആണോ? എന്തെങ്കിലും റെസ്റ്റ് എടുക്കട്ടാ. ഓക്കെ എന്തായാലും നോക്കി എന്തെങ്കിലും പൂച്ച കൊണ്ട് ഒരു സന്തോഷം, ഒരു സമാധാനം ഇല്ലാത്ത ഒന്ന് കൊരക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. പൂച്ച കൊരക്കേ? എന്ത് പറ്റിയെന്നാ? തൊലിയെല്ലാം പോയി. അവന്റെ പൂച്ച ചാടിയതാ കുറഞ്ഞ. കൊരഞ്ഞു വാരി കേട്ടോ കയ്യൊക്കെ. അയ്യോ, അവൻ ചുണ്ടുമ്പോ ഇത് ഒരച്ചിലാണ്. മുറിവിനെക്കാളും വേദന ആക്ച്വലി ഈ തൊലി ഇവിടുന്ന് പോകൂല, അതിനാണ് വേദന. അത് പയനിച്ചിരി കിട്ടിയിട്ടുണ്ട്. വലിയ കൈപ്പാക്കാൻ പോലും വയ്യെന്നാണ്. ഫുള്ള് ഒരഞ്ഞു വാരി റൈറ്റ് കൈ മടങ്ങി. അയ്യോ, കുറച്ചു ദിവസം ഉണ്ടാവില്ല നീല്. ഒടിഞ്ഞ പാറ്റ് രണ്ടായിട്ട് ഒടിഞ്ഞ പാറ്റ് തറ വീണ് പിടിയും കൂടെ ഒരു കയ്യിൽ വന്നിട്ടുണ്ട്. റെസ്റ്റ് ഇൻ പീസ് പൂച്ചയാണ്. പൂച്ചയ്ക്ക് വരെ ചോദിക്കും ആ പയ്യൻ എന്ത് ഓക്കെയാണോ? ഇത്ര റിയാക്ഷൻ ടൈം ഉള്ള സാധനം ഇല്ലേ? അതെങ്ങനെയാണ് എന്നാലും ഇതം കൊണ്ട് ഇടിച്ചാണ് പൂച്ച. അല്ലാതെ ഒരു അബ്സെന്റ് പറ്റില്ല പൂച്ചക്ക്. എത്ര പൂച്ച നീലല്ല, നീല പയറ് പോലെ ഇരിക്കുന്നു വീട്ടിൽ. നീൽ RIP പൂച്ചാന്ന് വിടുകേസ്. പ്രായമായ പൂച്ചയായാലും മനുഷ്യരായാലും ചാവും. അതിന്റെ വിധി അങ്ങനെയായിരുന്നു. ചെറുക്കനൊന്നും പറ്റില്ല, അത് മതി. പൂച്ച ഫിറ്റ് ആയിരുന്നു ബ്രോ. ഞാൻ ഊതിച്ച് നോക്കിയില്ല പൂച്ചയെ പിടിച്ച്. അതിന്റെ ഇടയ്ക്ക് കൂടെ ബ്രോ ഊതല്ലേ ബ്രോ ഇവിടെ സീരിയസ് ടോക്ക് കിടക്കുമ്പോ. അപ്പൊ എന്താ ഉടനെ പാട്ടുകളൊക്കെ പാട്ട് വരുന്നത് എന്നാ ഇരിക്കല്ലേ? മടിയിലിരിക്കുന്നു. ഇന്ന് മടിയിലിരുന്ന് ഞങ്ങള് മടിയിലിരുന്ന് ഒരുമിച്ച് സ്ട്രീം ചെയ്യാൻ പോണേ. അണ്ണാ നീ ഹെഡ്ഫോൺ വെച്ചാലാണ് ഇവിടെ തന്നെ ഇരുന്നത്. പ്രശ്നമില്ലാന്ന്. പൂച്ചയുടെ കളർ ഏതാണ്? കറുപ്പ് മഞ്ഞ വരെയുള്ള പൂച്ച നീ കണ്ടിട്ടുണ്ടാ? ആകെ 7 കളർ പൂച്ചയുണ്ട് കേരളത്തില്. ബ്രോ ഇങ്ങനെ ചോദ്യങ്ങൾ പ്ലീസ് ബ്രോ. ഞാൻ ലൈവ് തുടങ്ങി ഇംഗ്ലീഷ് ആയിരിക്കേ സ്റ്റേറ്റിലൊക്കെ സെറ്റ് ചെയ്ത്. എന്റെ അഭിപ്രായം ഞാൻ പറയണത് എന്താണെന്നറിയോ? നീ പണ്ടത്തെ പോലെ മറ്റേ കോസ്പ്ലേ ഒക്കെ ചെയ്ത് പഞ്ചോറിനെ കൊണ്ടുവരാനായിട്ടൊക്കെ. ആളുകൾക്ക് ആഗ്രഹമാണ് കോമാളി പോലെ വയസ്സൊക്കെ പോലെ വന്നിരിക്കണം. അത് വെച്ചാൽ കോസ്പ്ലേ കോമാളിത്തരമല്ലടാ, അതൊരു ആർട്ടാണ്. കോസ്പ്ലേ ഒരു ആർട്ടാണ്. ആടുജീവിതത്തിനൊക്കെ ഞാൻ പൃഥ്വിരാജ് കണ്ടിരുന്നെങ്കിൽ എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത്. അയ്യോ സത്യം, പൃഥ്വിരാജ് കാണാൻ എന്തുകൊണ്ട് നന്നായി. പുള്ളിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു അതിന് ശേഷം. ആ ടൈമിൽ പറ്റിയിട്ടില്ല. നിങ്ങളെ ഫിറ്റാണോ ബ്രോ? എന്താ പറയണേ? ഞങ്ങള് ക്രിക്കറ്റ് കളിക്കാൻ പോയി കൊലഞ്ഞിരിക്കുക. ഐ ഓൾറെഡി ടോൾഡ് സെവറൽ ടൈംസ്. നമ്മൾ നിർത്തി, ഡ്രിങ്കിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു ബ്രോ. ഞാൻ പറഞ്ഞു ലൈറ്റ് ബിയർ പോലും ഇപ്പം പറ്റാതെ ആയി. ഭയങ്കര അതായത് പറ്റാതെ വെച്ചാൽ ഒരെണ്ണം അടിക്കുമ്പോൾ ഫിറ്റാണ്. സിമ്പിൾ അതാണ്. ബൈക്ക് നമ്പർ ബ്രോ MBD ആണോ ബ്രോ? ബൈക്ക് നമ്പർ കളർ എനിക്ക് മനസ്സിലാവും. അവൻ എന്തെങ്കിലും അവൻ എന്ത് പറ്റി ഒന്നും ചോദിക്കണ്ട. അവന്റെ ചോരയുടെ കളറ് കഷ്ടം തന്നെ ബ്രോ. ഡ്രസ്സായിരുന്നത്. പൂച്ചയുടെ നമ്പരൊക്കെ ചോദിക്കുന്നത് ബ്രോ. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ പ്ലീസ് ഇങ്ങനെ ഒന്നും പറയല്ലേ. നിങ്ങൾക്ക് വേറെ അതിനുള്ള സമയം അല്ലേ ഇത്? സൈഡ് കാണും. എന്നെ വിളിച്ചാതെ നീ പോ, ഇവിടെ കാണും. വിളിച്ചാതെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കല്ലേ. ഓക്കെ ചാർജർ മാറിക്കൊടത്
ചോദ്യം വരുന്നതിന് മുമ്പ് അവൻ ഇറങ്ങിയാണ് അപ്പൊ തന്നെ. കുറച്ച് നാളായില്ലേ? അപ്പൊ എല്ലാവർക്കും കളിക്കുന്ന സ്ട്രീം ഞാൻ കുറച്ച് അധികം ലേറ്റ് ആയെന്ന് അറിയാൻ കഴിച്ചു. എന്താന്ന് വെച്ചാൽ ഇന്ന് ക്രിക്കറ്റിന്റെ പ്രാക്ടീസിന് പോയതാ. ഓ പെടലിയൊന്നും തിരിക്കാനേ വയ്യ.